Good morning, all. Good morning, ma'am. 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 എങ്ങനെയുണ്ടായിരുന്നു കോൺവെക്കേഷൻ സെറമണി? സൂപ്പർ ആയിരുന്നു. നിങ്ങളൊക്കെ ജസ്റ്റ് കണ്ടു. പിന്നെ മിസ് ഒക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾ നോക്കിയപ്പോ ആരെയും കണ്ടില്ല, എല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നു. മാനുഷ്യനെ കണ്ടിരുന്നു, അശ്വതിനെ കണ്ടു അല്ലെ? ഓക്കെ, എല്ലാവരും സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ തന്നെ പോന്നോ? പിന്നെ വെയിറ്റ് ചെയ്തില്ലേ? വൈകിട്ടാണ് മിസ്സുമാര് കണ്ടില്ലല്ലോ. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ഇറങ്ങി വന്നപ്പോ കണ്ടില്ല ആരെയും. ഓക്കെ, ഓക്കെ, സംസാരിച്ചു. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്താ നോക്കിയ എല്ലാവരും? വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇനി വരുമ്പോ കാണാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പ് കയറി പോകുന്നത് മാത്രം കണ്ടുള്ളൂ. പിന്നെ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ മിസ്സുമാര് വന്നു കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, പിന്നെ വിഷു എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി നമ്മ പഠിച്ചതൊക്കെ മറന്നുപോയോ? വിഷുവിന്റെ സെലിബ്രേഷനിലൊക്കെ മറന്നുപോയോ? പഠിച്ചതൊക്കെ കഴിഞ്ഞ ദിവസം മിസ് എടുത്തതൊക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും? പിന്നെ തൊട്ടിട്ടുണ്ടാവില്ല അല്ലേ? അന്ന് എടുത്ത് മടക്കി വെച്ചതായിരിക്കും, പിന്നെ എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് മിസ് വിൻ വിൻ നെഗോഷിയേഷൻസ് വരെയല്ലേ എടുത്തേ? അതില് ഫസ്റ്റത്തെ 2 പാരഗ്രാഫ് എടുത്തു അല്ലെ? ഫസ്റ്റത്തെ 2 പാരഗ്രാഫ് എടുത്തു അല്ലെ? ബാക്കി മിസ് എടുക്കാം കേട്ടോ. Next, according to an article in Harvard Law School titled "What is a Win-Win Negotiation?" എന്താണ് ഹവാർഡ് ലോ സ്കൂളിലെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? എന്താണ്? വാട്ട് ഈസ് എ വിൻ-വിൻ നെഗോസിയേഷൻ അല്ലെ? വിൻ-വിൻ നെഗോസിയേഷൻ എന്താണ്? കാറ്റി ഷോങ് wrote regarding this question. കാറ്റി ഷോങ് എന്നുള്ള ഒരു ലേഡി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഹവാർഡ് ലോ സ്കൂളിലെ ഒരു റിസർച്ച് അസോസിയേറ്റ്സ് ആണ് കാറ്റി ഷോങ്. അപ്പൊ ആ ഒരു ലേഡി അതിന് ആ ഒരു ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞിരിക്കുന്നതാണ്.
The answer to that question is definite yes. Win-win negotiation doesn't require you to split resources right down the middle with a sole focus on being fair. അതായത് വിൻ-വിൻ നെഗോസിയേഷൻ, അതായത് വിൻ-വിൻ ചർച്ചകൾക്ക് ന്യായമായ രീതിയിൽ അല്ലെ, നമുക്ക് ഫെയർ ആയിട്ടുള്ള രീതിയിൽ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യണം, വിഭവങ്ങൾ ആ ഒരു റിസോഴ്സുകള് വിഭജിക്കണം അല്ലെ. ഇപ്പൊ മീൻസ് അതിന്റെ മധ്യഭാഗത്ത് നിന്നാണോ സ്പ്ലിറ്റ് റിസോഴ്സ് റൈറ്റ് ഡൗൺ ദ മിഡിൽ, മധ്യഭാഗത്ത് നിന്നാണോ ആ ഒരു റിസോഴ്സുകൾ വിഭജിക്കേണ്ടത്? റിസോഴ്സുകൾ എന്നതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ഉണ്ടാവില്ലേ, ഒരു നെഗോസിയേഷൻ നടത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്കം ഉണ്ടാവില്ലേ. ചിലപ്പോ നമുക്ക് നമ്മുടെ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് നമ്മൊരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിൽ ശമ്പള വർധനവിന് വേണ്ടി ഒരു നെഗോസിയേഷൻ നടത്താറില്ലേ, ചർച്ച നടത്താറുണ്ട് അല്ലെ. അതല്ല ഒരു പർച്ചേസിംഗ് ആണെങ്കിൽ എന്താണ്, സപ്ലയേഴ്സും ബയേഴ്സും തമ്മിൽ ഒരു നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചർച്ചകൾ നടത്തുമ്പോൾ അതിന്റെ റൈറ്റ് ഭാഗത്ത് മിഡിൽ ഭാഗത്ത് നിന്നാണോ ആ ഒരു റിസോഴ്സുകൾ ആ ഒരു ഔട്ട്കമുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? അല്ല അല്ലെ, ന്യായമായ രീതിയിലായിരിക്കണം അല്ലെ. ഇപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു എന്താണ് ഒരു ബിസിനസിന് വേണ്ടിയിട്ട് രണ്ടുപേര് ഇതിട്ടിട്ടുണ്ട്, ഷെയർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരാള് ഒരു 75% ഇട്ടിട്ടുണ്ട്, ഒരാൾ ഒരു 25% ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിലിൽ നിന്ന് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ആ ഒരു വർഷം ലഭിക്കുന്ന പ്രോഫിറ്റ് അവരുടെ മിഡിലിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതൊരു ന്യായമല്ല അല്ലെ, അതൊരു ഫെയർ ആണോ? അല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ന്യായമായ രീതിയിൽ അല്ലെ. ഒരു 4 ഭാഗമാണെങ്കിൽ അതിലെ 3 ഭാഗവും ആ 75% ഇട്ട ആൾക്ക് കൊടുക്കണം പ്രോഫിറ്റ് അല്ലെ. ബാക്കി ഒരു ഭാഗം മാത്രമായിരിക്കും അല്ലെ മറ്റേ ആൾക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസോഴ്സുകൾ, അതായത് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണ്, അതിന്റെ മിഡിലിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാതെ വിഭജിക്കാതെ ന്യായമായ രീതിയിൽ അത് വിഭജിക്കുക. ഓക്കെ ആയോ? ക്ലിയർ ആണോ? എനിക്ക് ഇതിലുള്ളത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മുടെ ഹവാർഡ് ലോ സ്കൂളിലെ എന്താണ് റിസർച്ച് വിങ്ങിലുള്ള ഒരാളാണ് കാറ്റി ഷോങ് എന്ന് പറയുന്ന ലേഡി. അപ്പൊ ആ ഒരു ലേഡി നമ്മുടെ വിൻ-വിൻ നെഗോസിയേഷൻ എന്താണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞിരിക്കുന്നതാണ് അത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഡസന്റ് മീൻ automatically making a concession just because the other party made one. എന്താണ്, ചിലപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു നെഗോസിയേഷൻ നടത്തും, ആ ഒരു ചർച്ച നടത്തുമ്പോൾ ഒരു പാർട്ടി ഒരു കൺസെഷൻ നടത്താലേ, വിട്ടുവീഴ്ച നടത്താലോ എന്ന് വെച്ച് നമ്മുടെ അതർ പാർട്ടി വിട്ടുവീഴ്ച നടത്തി എന്ന് വെച്ച് നമ്മളും വിട്ടുവീഴ്ച ചെയ്യണമെന്നുണ്ടോ? ചെയ്യണമെന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് എന്താണ്, നമ്മുടെ അതർ പാർട്ടിയിലെ എന്താണ് മറ്റേ കക്ഷി നമുക്ക് ഒപ്പോസ് നിൽക്കുന്ന ആള് വിട്ടുവീഴ്ച ചെയ്തു എന്നത് കൊണ്ട് എന്താണ് നമ്മളും എന്താണ് സ്വയമേവ വിട്ടുവീഴ്ച ചെയ്യുക എന്നല്ല. പിന്നെന്താ പറയുന്നത്, and it doesn't mean that you should try to avoid conflict and tension at all cost. അല്ലെ, എന്ത് ചെയ്യണം എന്ന് വെച്ചാല് എന്താണ്, സംഘർഷവും പിരിമുറുക്കവും അല്ലെ. ഇപ്പൊ നമ്മ ഒരു നെഗോസിയേഷൻ നടത്തുമ്പോ നമ്മളുടെ ഭാഗം അല്ലെ, നമ്മ പറയുന്ന കാര്യം വിജയിക്കാനായിട്ട് ചിലപ്പോ ഒരു പിരിമുറുക്കം ഒരു സംഘർഷം ഉണ്ടാവുമല്ലോ. നമ്മ വാദിക്കില്ലേ, നമുക്ക് നമ്മ പറയുന്ന പ്രൈസിന് ലഭിക്കാൻ വേണ്ടി അല്ലെ, അല്ലെങ്കിൽ നമ്മ പറയുന്ന ആ ഒരു ടൈമിന് കിട്ടാൻ വേണ്ടി നമ്മ വാദിക്കാറില്ലേ? അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, ആൻഡ് ഡസന്റ് മീൻ എന്തിന്, എന്താണ് ആ ഒരു സംഘർഷവും പിരിമുറുക്കവും അല്ലെ, ഒരു കോൺഫ്ലിക്റ്റും ടെൻഷനും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ഇതിനർത്ഥമില്ല. നമുക്ക് എന്താണ് ന്യായമായി തോന്നുന്നത് അതിനുവേണ്ടി നമുക്ക് വാദിക്കാലോ. നമുക്ക് ലോസ് ഉണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി, നമുക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് വാദിക്കാൻ പറ്റുമോ? നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ?
ഇല്ല അല്ലെ, നമുക്ക് ഇല്ല. അപ്പൊ എന്താണ്, നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടി നമുക്ക് വാദിക്കാം. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു അല്ലെങ്കിൽ ഒരു ടെൻഷൻ വന്നു എന്ന് വെച്ച് ഒരു പ്രശ്നവുമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, if people enter a win-win situation, if people enter a win-win negotiation, does that mean that they still continue fighting for their corner? If people enter a win-win negotiation, രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു win-win negotiationൽ എത്തിക്കഴിഞ്ഞാൽ, എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കോർണറിൽ നിന്നുകൊണ്ട് അല്ലെ, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വാദിക്കാലോ, ഫൈറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, does that mean that they still continue fighting for their corner? അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന്, അവരുടെ കോർണറിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കത് വാദിക്കാം, ഫൈറ്റ് ചെയ്യാം അല്ലെ. Does they still try to gain as much as possible for themselves? എന്താണ്, അവർക്കത് ഗെയിൻ ചെയ്യുന്നത് വരെ അല്ലെ, അവർക്കത് നേടുന്നത് വരെ അവർക്കതിന് ശ്രമിക്കാമോ? ഇപ്പൊ നമ്മ ഒരു പർച്ചേസിങ് ചെയ്യാണ്, ഒരു സാധനം ഒരു പർച്ചേസിങ് ചെയ്യുകയാണെങ്കിൽ നമ്മ ഒരു പ്രൈസ് പറയൂ അല്ലെ, ബയ്യർ ഒരു പ്രൈസ് പറയുമല്ലോ, സെല്ലറും പറയും അല്ലെ, സെല്ലറും പറയും ബയ്യറും പറയും അല്ലെ. പക്ഷെ ആ ഒരു ബയ്യർക്ക് എന്താണ്, അതിൽ കൂടുതൽ കൊടുത്താൽ അവർക്ക് അതൊരു നഷ്ടമാണ് അല്ലെ. അതിൽ കൂടുതൽ ഒരു എക്യുപ്മെന്റ് വാങ്ങുകയാണെങ്കിൽ അവർ ആ പറഞ്ഞതിൽ കൂടുതൽ കൊടുത്ത ആ എക്യുപ്മെന്റ് വാങ്ങുകയാണെങ്കിൽ അവർക്കത് നഷ്ടമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ പറഞ്ഞ ആ പ്രൈസിന് ലഭിക്കാൻ വേണ്ടി അവർക്ക് വാദിക്കാലോ, അത് നേടുന്നത് വരെ അല്ലെ, ആ ഒരു പ്രൈസിന് ആ ഒരു എക്യുപ്മെന്റ് അവർ നേടുന്നത് വരെ അവർക്ക് അവരുടെ വാദങ്ങൾ തുടരാം. ഓക്കെ ആണോ? നെക്സ്റ്റ്, when you are participating in a win-win negotiation, your aim is to work to get the best deal you can for yourself. Right? നമ്മുടെ win-win negotiationൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? നമുക്ക് മികച്ചത് നേടുവാൻ വേണ്ടിയിട്ട് അല്ലെ, ബെസ്റ്റ് ലീഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മ വർക്ക് ചെയ്യുക എന്നുള്ളതല്ലേ. നമുക്ക് മികച്ച ഡീൽ ലഭിക്കാൻ വേണ്ടി നമ്മ പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ലക്ഷ്യം. ാണോ? ഓക്കെ അല്ലേ എല്ലാവരും? ഇപ്പൊ നിങ്ങൾക്ക് മിസ് ഒരു എക്സാമ്പിൾ പോലെ പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന, നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിങ് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം അല്ല. അപ്പൊ നിങ്ങൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് പറയാണ് നിങ്ങൾക്ക് ആ ഒരു സമയം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളും ആ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളൊരു നെഗോസിയേഷൻ നടക്കുന്നില്ലേ, ഒരു ചർച്ച നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പറയുന്ന സമയത്ത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വാദിക്കില്ലേ? ആ ഒരു സമയം ഇവിടെ നിന്ന് അനുവദിക്കുന്നത് വരെ നിങ്ങളുടെ നെഗോസിയേഷൻ തുടരില്ലേ, ചർച്ച തുടരുമല്ലോ. അത് തന്നെയാണെങ്കിൽ പറഞ്ഞ എന്താണ്, നമ്മൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നു പറയുന്നത് എന്താണ്, നമുക്ക് ബെസ്റ്റ് ഡീൽ അല്ലെ, നല്ല ഡീല് ലഭിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണോ? നെക്സ്റ്റ്, while at the same time attempting to make sure that the other party is satisfied. At the same time നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഡീൽ ലഭിക്കുന്നത് വരെ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ at the same time ആ ഒരു സമയത്ത് നമ്മൾ എന്ത് നോക്കണം, attempting to make sure that the other party is satisfied അല്ലെ. നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന ആള്, നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു പാർട്ടി സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തരാണോ എന്ന് ഉറപ്പാക്കുകയും വേണം അല്ലെ. നമ്മ പറഞ്ഞു വിൻ-വിൻ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയും ലോസ് ചെയ്യുന്നില്ല അല്ലെ, രണ്ട് പാർട്ടിക്കും ഗെയിൻ ചെയ്യാണ് അല്ലെ ലഭിക്കുന്നത്, സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മ വാദിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവാൻ പാകുന്നുണ്ടോ?
അവർക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മ എന്താണ് ആ ഒരു സെയിം ടൈം നമുക്ക് ബെസ്റ്റ് ഡീല് ലഭിക്കുന്നത് വരെ പ്രവർത്തിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തുകൂടി നോക്കണം, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അല്ലെ, നമുക്ക് എതിരായി നിൽക്കുന്ന ആള് സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തരാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇറ്റ് മീൻസ് making offers that are good for you and also for them അല്ലെ. അതിനർത്ഥം നമുക്ക് എതിരായി നിൽക്കുന്ന മറ്റേ പാർട്ടിക്കും എന്താണ് ഗുണമുണ്ടാവണം എന്നാണ് അല്ലെ. നിങ്ങൾക്കും അവർക്കും നല്ല ഓഫറുകൾ അല്ലെ, ഗുഡ് ഓഫറുകൾ ലഭിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മ ആദ്യം തന്നെ വിൻ നെഗോസിയേഷൻ എടുത്തപ്പോ പറഞ്ഞു അല്ലെ, ഒരു പാർട്ടിക്ക് ലോസ് സംഭവിക്കുന്നില്ല അല്ലെ, രണ്ട് പാർട്ടിക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റിസോൾവ് അല്ലെ പരിഹാരമായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ രണ്ട് പാർട്ടിക്കും ഗുണമുള്ളതായിരിക്കും നടക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ്, ഹൗ ടു നെഗോസിയേറ്റ് എ വിൻ വിൻ സിറ്റുവേഷൻ. എന്താണ് ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെ, നെഗോസിയേറ്റ് ചെയ്യേണ്ടത്. When a negotiation, you can follow these steps to help you reach a win-win resolution അല്ലെ. ഒരു നെഗോസിയേഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ താഴെ പറയുന്ന കുറച്ച് സ്റ്റെപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് വിൻ വിൻ പരിഹാരത്തിലേക്ക്, വിൻ വിൻ റെസൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ, റീച്ച് ചെയ്യാനായി സാധിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിയേ. റിമെമ്പർ ദ അതർ പേഴ്സൺസ് ഗോൾസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് ബെസ്റ്റ് ഡീല് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റു പാർട്ടിനെയും കൂടി നോക്കണം എന്ന് പറഞ്ഞു അല്ലെ, അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണത്. അപ്പൊ ഇതില് നോക്കിയേ, റിമെമ്പർ ദ അതർ പേഴ്സണൽ ഗോൾസ് അല്ലെ, മറ്റു പാർട്ടിയുടെ ഗോൾ, അവരുടെ ലക്ഷ്യങ്ങളും കൂടി നമ്മൾ ഓർമ്മിക്കണം. വേണ്ടേ? അവർക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല അല്ലെ. ആ ഒരു ചർച്ച നടത്തി ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് അവർക്ക് നഷ്ടം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. അവർക്കും കൂടി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനിലേക്കാണ് അല്ലെ, ഒരു സൊല്യൂഷനിലേക്ക് വേണം നമ്മൾ എത്തിച്ചേരാനായിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, when negotiation with someone, it is helpful to remember what the other person might want out this situation. എന്താണ് ആരെങ്കിലുമായിട്ട് നമ്മ നെഗോസിയേഷൻ വിത്ത് someone, നമ്മ ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു നെഗോസിയേഷന്റെ ടൈമില് മറ്റൊരാൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മ തിരിച്ചറിയണം അല്ലെ, ഓർമ്മിക്കണ്ടേ. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു റിമെമ്പർ വാട്ട് അതർ പേഴ്സൺ മൈറ്റ് വാണ്ട് ഔട്ട് ദിസ് സിറ്റുവേഷൻ അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു മറ്റേ പാർട്ടിക്ക്, അതർ പേഴ്സണ് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഓർമ്മിക്കുകയോടി ചെയ്യണം. വേണ്ടേ? Next, if negotiation arise, you might keep in mind your employers need to stay within a certain budget, which might be outside of their control. നമ്മൊരു പേയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ട്രാൻസ്ഫർ, ഒരു പൈസ അടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ ഉയർത്തുന്നത്, റൈസ് ചെയ്യാം, ചിലപ്പോ അത് ശമ്പള വർധനവ് ആവാം അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ഒരു എന്താണ് വില, പ്രൈസ് ഉയർത്തുന്നത് ആവാം. അപ്പൊ എന്തെങ്കിലും ഒരു പേ ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ നെഗോസിയേഷൻ നടത്തുകയാണെങ്കിൽ, ചർച്ച നടത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ എംപ്ലോയേഴ്സിന്റെ ഒരു സർട്ടൻ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, ഒരു നിശ്ചിത ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ. അവർക്ക് എംപ്ലോയീസിന് ഇത്ര സാലറി വരെയും കൊടുക്കാം അല്ലെ, അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. തൊഴിലുടമയ്ക്ക്, എംപ്ലോയേഴ്സിന്. അപ്പൊ ആ ഒരു എംപ്ലോയേഴ്സിന്റെ ആ സർട്ടൻ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മ എന്ത് ചെയ്യണം, മനസ്സിലായി വെച്ചിട്ടായിരിക്കണം അല്ലെ നമ്മ നെഗോസിയേഷൻ നടത്താനായിട്ട് അല്ലെ. അപ്പൊ അവര് പറയുന്നുണ്ടാവും ഫിനാൻസ് മാനേജർക്ക്, അതല്ലെങ്കിൽ വേറെ HR-ലേക്ക് ഇത്ര സാലറി കൊടുക്കാം അല്ലെ,
അപ്പൊ നമ്മ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വേണ്ടേ നമ്മ നെഗോസിയേഷൻ നടത്താൻ, ചർച്ച നടത്താനായിട്ട് ആര് എംപ്ലോയിയുമായിട്ട്. അപ്പൊ എംപ്ലോയേഴ്സിന്റെ ആ ഒരു തൊഴിലുടമയുടെ ആ ഒരു നിശ്ചിത ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മ എന്ത് നെഗോസിയേഷൻ നടത്താനായിട്ട്, അല്ലെ? മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നെഗോസിയേഷൻ നടത്താൻ. വിച്ച് മൈറ്റ് ബി ഔട്ട്സൈഡ് ഓഫ് ദെയർ കൺട്രോൾ. അതല്ലെങ്കിൽ എന്ത് പറ്റും? ആ ഒരു ബഡ്ജറ്റിന് പുറത്ത് വെച്ചാണ് നമ്മ നെഗോസിയേഷൻ നടത്തുന്നതെങ്കിലോ അത് അവരുടെ കൺട്രോളിൽ നിന്ന് പോകൂലേ? അവർ ആ ബഡ്ജറ്റിന് പുറത്തു പോകൂലേ? അപ്പൊ അവർക്ക് ചിലപ്പോ നഷ്ടം സംഭവിക്കാം, അല്ലെ? നഷ്ടം സംഭവിക്കാം. അതല്ലെങ്കിൽ എന്ത് വരും? അവര് വീണ്ടും ലോസ് സംഭവിക്കാം, അല്ലെ? അതല്ലെങ്കിൽ വീണ്ടും അവര് ക്യാഷ് ഇറക്കേണ്ടി വരും, അല്ലെ? പൈസ ഇറക്കേണ്ടി വരില്ലേ? ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പൊ അതൊക്കെ ആ ഒരു തൊഴിലുടമയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണോ? പ്രോബ്ലം ആണോ? അപ്പൊ എന്താണ് നമ്മ നെഗോസിയേഷൻ ആ ഒരു പേ റൈസ് ചെയ്യാനായിട്ട്, അതായത് എന്തെങ്കിലും ശമ്പള വർധനവിനോ അങ്ങനെ ഇപ്പൊ നമ്മ എന്ത് ചെയ്യും? നെഗോസിയേഷൻ ചർച്ചകൾ നടത്തുമ്പോൾ നമ്മ രണ്ട് കൂട്ടരെയും ഉൾപ്പെടുത്തണം, അല്ലെ? എംപ്ലോയേഴ്സിനെയും നോക്കണം, എംപ്ലോയീസിനെയും നോക്കണം, അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു തൊഴിലുടമയുടെ നിശ്ചിത ബഡ്ജറ്റിൽ നിന്ന് കൊണ്ട് അത് മനസ്സിൽ വെച്ച് കൊണ്ട് വേണം നമ്മൾ ചർച്ച നടത്താനായിട്ട്. ക്ലിയർ ആണോ? Next, when negotiation with a contractor, remember that both their time and resources have value reflected in the payment they receive. നമ്മുടെ കോൺട്രാക്ടറുമായിട്ടാണ് നെഗോസിയേഷൻ നടത്തുന്നത്. കോൺട്രാക്ടർ എന്താ ചെയ്യുന്നത്? കോൺട്രാക്ടർ അവരിൽ നിന്നും സാധനങ്ങൾ ബൈ ചെയ്യായിരിക്കും, അല്ലെ? ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ വാങ്ങയല്ലേ ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സിൽ നിന്ന്. അപ്പൊ എന്താണ് റിമെമ്പർ? അപ്പൊ പറയുന്നത് എന്താണ്? നമ്മൊരു കോൺട്രാക്ടറുമായിട്ടാണ് നെഗോസിയേഷൻ നടത്തുന്നതെങ്കിൽ റിമെമ്പർ that both their time and resources have value reflected in the payment they received. നമ്മ റിസീവ് ചെയ്യുന്ന, അല്ലെ, നമ്മ കൊടുക്കുന്ന ആ പേയ്മെന്റിൽ എന്തുണ്ട്? ആ ഒരു കോൺട്രാക്ടറുടെ സമയവും അവരുടെ റിസോഴ്സുകളും ഉണ്ടോ? ഒരു കരാറുകാരുമായിട്ട്, അല്ലെ, ഒരു കോൺട്രാക്ടറുമായി ചർച്ച ചെയ്യുമ്പോൾ അവരുടെ സമയവും അവരുടെ ടൈമും അവരുടെ റിസോഴ്സുകളും എന്താണ് അവർ സ്വീകരിക്കുന്നത് നമ്മ ആ കൊടുക്കുന്ന പേയ്മെന്റിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഓർമ്മിച്ചിട്ട് വേണം, അല്ലെ, നമ്മ അവരോട് നെഗോസിയേഷൻ നടത്താനായിട്ട്. ഇപ്പൊ അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ എന്തോ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, അല്ലെ? ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് റിസോഴ്സുകൾ എടുത്തിട്ടുണ്ടാവും, അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും നമ്മ കണക്കിലെടുക്കാതെ ഒരു പേയ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലെ? അവർക്ക് എന്ത് പറ്റും? നഷ്ടം സംഭവിക്കില്ലേ? ലോസ് സംഭവിക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു അവരുടെ ടൈമും അവരുടെ എഫേർട്ടും അവരുടെ റിസോഴ്സുകളും നമ്മ കൊടുക്കുന്ന ആ പേയ്മെന്റില് അവർ സ്വീകരിക്കുന്ന ആ പേയ്മെന്റില് പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഓർമ്മിച്ചിട്ട് വേണം നമ്മ നെഗോസിയേഷൻ നടത്താനായിട്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ മക്കളെ. ഒന്നുകൂടി ഇതാക്കി പറഞ്ഞു തരുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു നിമിഷം. Next, remember that all sides in a negotiations often have a similar goal. നമുക്ക് നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ ഒരു ആ ഒരു ചർച്ചയില് രണ്ട് ഭാഗത്തും എന്താണ് അവർക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്, അല്ലെ? ലക്ഷ്യം ഉണ്ടല്ലോ. സമാനമായിട്ടുള്ള രണ്ടുപേരുടെയും ലക്ഷ്യം എന്തായിരിക്കും? രണ്ടുപേർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുക, അല്ലെ?
അല്ലെ? രണ്ടുപേർക്കും പ്രോഫിറ്റ് ലഭിക്കുക. ആരെങ്കിലും നഷ്ടം പ്രതീക്ഷിക്കോ? ഈ ഒരു ചർച്ച കൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ രണ്ടുപേർക്കും സിമിലർ ആയിട്ടുള്ള അല്ലെ, ഒരേപോലെയുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക. അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നെഗോസിയേഷൻ നടത്താനായിട്ട് അല്ലെ? നമ്മ ചർച്ച നടത്തുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അടിച്ചമർത്തിക്കൊണ്ട് അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റിജക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ച നടത്താൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ് നമ്മുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെ, അതർ സൈഡിലുള്ള ആർക്കും നമ്മളെ പോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഇൻ എ നെഗോസിയേഷൻ ദാറ്റ് യൂഷ്വലി മീൻസ് ദാറ്റ് ബോത്ത് സൈഡ്സ് ഫീൽ that what they receive is fair അല്ലെ? ആ ഒരു നെഗോസിയേഷൻ നടത്തി കഴിയുമ്പോൾ രണ്ടുപേരും ചിന്തിക്കണം അല്ലെ? അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യണം എന്താണ്, രണ്ടുപേർക്കും ന്യായമായത് ലഭിച്ചു എന്ന് അല്ലെ, റിസീവ് ചെയ്തു എന്ന് രണ്ടുപേർക്കും ഫീൽ ചെയ്യണ്ടേ? അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് ഇനി നെഗോസിയേഷൻ, ഒരു നെഗോസിയേഷനിൽ കൊണ്ട് യൂഷ്വലി മീൻസ് അർത്ഥമാക്കുന്നത് എന്താണ്, രണ്ട് പാർട്ടിക്കും അവർക്ക് ന്യായമായത് ലഭിച്ചു എന്ന്, അവർ സ്വീകരിച്ചു എന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യണം. അതാണ് നെഗോസിയേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെയോ? റിമെമ്പർ ദ അതർ പേഴ്സണൽ ഗോൾസ്. അതായത് നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ ചിലപ്പോ രണ്ടുപേര് തമ്മിലായിരിക്കും അല്ലെ നെഗോസിയേഷൻ നടത്തുന്നത്. അപ്പൊ രണ്ടുപേർക്കും എന്ത് ചെയ്യണം, രണ്ടുപേര് എന്ത് ചെയ്യണം, നമുക്ക് ഒപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമ്മുടെ പോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, അവർക്കും പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് അല്ലെ, അവർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം, ഒരു പരിഹാരമായിരിക്കണം ലഭിക്കേണ്ടതെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നെഗോസിയേഷൻ നടത്താം അല്ലെ? അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Evaluate your expectations. കൂടാതെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗോസിയേഷൻ നടത്തുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ, നമ്മ ഒരാളുമായി ചർച്ച നടത്തുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഇല്ലേ, നമ്മുടെ പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ, അത് ന്യായമാണോ എന്ന് നമ്മ ഒന്ന് വിലയിരുത്തണ്ടേ? നമ്മൊരു പ്രോഡക്റ്റ് വിൽക്കാണ്, ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മ ചെലവാക്കിയ പൈസയിലും കുറച്ച് ഒരു പൈസ നമ്മ പ്രോഫിറ്റ് ഇടുമല്ലോ. ഇപ്പൊ എനിക്കൊരു സാധനം ഉണ്ടാക്കാനായിട്ട്, നിർമ്മിക്കാനായിട്ട്, ഒരു മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു 100 രൂപ എനിക്ക് പൈസ വന്നിട്ടുണ്ട്, ചെലവ് വന്നിട്ടുണ്ട്. ഞാൻ അത് 200 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ 100 രൂപ പ്രോഫിറ്റ് ഇട്ടാണ് അല്ലേ? പക്ഷേ ഞാൻ ആ ഒരു 100 രൂപ പ്രോഫിറ്റിന് വിൽക്കാതെ ഞാനത് 350 രൂപക്ക് കിട്ടിയാല്, അതായത് 350 രൂപക്ക് വിൽക്കാണ്. അപ്പൊ എനിക്ക് അവിടെ പ്രോഫിറ്റ് എത്രയാണ്? 250 രൂപ. അതൊരു ന്യായമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അതൊരു ന്യായമാണോ? അത്ര പ്രോഫിറ്റിൽ ഇടാന്ന് പറയാം, അതൊരു ന്യായമാണോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, അതൊരു ന്യായമാണോ അല്ലെ എന്ന് നമ്മ വിലയിരുത്തിയിട്ടുണ്ടാവണം. ക്ലിയർ ആണോ? അതല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ എനിക്കൊരു വേജസ് ഉണ്ടാവില്ലേ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്കൊരു വേജസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ ആ ഒരു വേജസ് ഇപ്പൊ നമ്മ ജോലിക്ക് ചേരുമ്പോ അവിടുത്തെ ആള് പറയില്ലേ, മാനേജർ അതല്ലെങ്കിൽ ഓണർ പറയും ഇത്ര രൂപ വേജസ് ഇവിടെ ജോയിൻ ചെയ്തോളൂ എന്ന് പറയും അല്ലെ. പക്ഷെ നമ്മ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സാലറി അവരോട് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഫെയർ ആണോ? അല്ല അല്ലേ? അല്ല അല്ലെ? അപ്പൊ നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ പല രീതിയിലും മിസ് ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, പല സ്ഥലങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അല്ലെ, നെഗോസിയേഷൻ നടത്തേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ
എക്സ്പെക്ടേഷൻസ് നമ്മ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ചർച്ച നടത്താനായിട്ട്. ക്ലിയർ ആയോ? അപ്പൊ അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. Evaluate your expectation. Since a win-win resolution means that both sides think the outcome is beneficial, it's important to make sure that what you expect from the other party is fair to them. എന്താണ് win-win resolution? win-win പരിഹാരം അർത്ഥമാക്കുന്നത് ഫലം പ്രയോജനകരമാണെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ. win-win resolution അല്ലെങ്കിൽ win-win situation എന്താണ്? രണ്ട് പാർട്ടിക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കുന്നത്, റെസൊല്യൂഷൻ ലഭിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു വിൻ-വിൻ റെസൊല്യൂഷന് അർത്ഥമാക്കുന്നത് രണ്ട് പാർട്ടിക്കും പ്രയോജനകരമാണെന്ന് അല്ലെ, ഇരുപക്ഷത്തും പ്രയോജനകരമാണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്നതിനാൽ എന്താണ് നമ്മ എന്താ ചെയ്യണം? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മ എന്ത് ചെയ്യണം? ഷുവർ ചെയ്യണം അല്ലെ, ഉറപ്പാക്കണം. എന്താണ്? what you expected from the other party is fair to them. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ന്യായമാണോ എന്ന് അല്ലെ, ഫെയർ ആണോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം അല്ലെ, ഷുവർ ആക്കണം അല്ലെ. അപ്പൊ ഞാൻ എന്റെ മുതലാളിയിൽ നിന്ന്, എന്റെ ഓണറിൽ നിന്ന് ഒരു സാലറി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പാക്കണ്ടേ അത് ന്യായമാണോ അല്ലെ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സാലറി ഞാൻ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടോ, കൈപ്പറ്റുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ ഒന്ന് വിലയിരുത്തണ്ടേ? അതാണ് പറയുന്നത്. എന്താണ് നമ്മ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ, നമ്മ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ന്യായമാണോ എന്ന് നമ്മ തന്നെ ഒന്ന് വിലയിരുത്തുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? If an employee wishes to negotiate a pay rise, it's helpful to remember the work expected of them and evaluate. മിസ് പറഞ്ഞ പോലെ നമ്മുടെ സാലറി വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെ, പേ റൈസ് ചെയ്യാനായിട്ട് നമ്മ എന്ത് ചെയ്യാണ്? ചർച്ച നടത്താണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? It's helpful to remember the work expected of them and evaluate. അല്ലെ, നമ്മ അവര് പ്രതീക്ഷിക്കുന്ന അത്രയും ജോലി ചെയ്യുന്നുണ്ടോ അല്ലെ, പ്രതീക്ഷിക്കുന്ന അത്രയും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മ തന്നെ എന്ത് ചെയ്യാ? വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. നമ്മ അവര് പ്രതീക്ഷിക്കുന്ന ആ ജോലി ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അവരിൽ നിന്ന് സാലറി കൂട്ടി ചോദിക്കാനുള്ള ഒരു അവകാശമുള്ളൂ, റൈറ്റ്സ് ഉള്ളൂ. അതല്ല നമ്മ വെറുതെ അവിടെ പോയി കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ വെറുതെ അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമ്മ സാലറി കൂട്ടി ചോദിക്കുന്നത് കൊണ്ട് വരില്ല ഇതുണ്ടോ? കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മ എന്ത് ചെയ്യണം? നമ്മ ഒരു സാലറി, ഒരു പേ റൈസ് ചെയ്യാനായിട്ട് നമ്മ നെഗോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മ തന്നെ ഒന്ന് ചിന്തിക്കാം അല്ലെ, ഓർക്കുക, റിമെമ്പർ ചെയ്യുക. വർക്ക് എക്സ്പെക്ടഡ് ഓഫ് ദം, നമ്മ അവര് പ്രതീക്ഷിക്കുന്ന അത്രയും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ എന്ന് നമ്മ തന്നെ ഒന്ന് റിമെമ്പർ ചെയ്യുകയും നമ്മ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തുകയും ചെയ്യുക. Whether the pay reflects the value of that work to you. ആ ഒരു പേ നമുക്ക് തരുന്ന ആ ഒരു പൈസ അല്ലെ, ആ ഒരു പേ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ ജോലിയുടെ ഒരു മൂല്യമാണ് അല്ലെ കാണിക്കുന്നത് അല്ലെ. അല്ലെ, നമുക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മ ചെയ്യുന്ന ഒരു ജോലിക്കുള്ള ഒരു മൂല്യമല്ലേ നമുക്ക് ലഭിക്കുന്നത്? ആണോ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു പേ റിഫ്ലക്ട് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജോലിയുടെ ഒരു മൂല്യമാണ്. ഇപ്പൊ നമ്മ ചില സ്ഥലങ്ങളിൽ അല്ലെ വർക്ക് ചെയ്യുമ്പോ നിങ്ങൾ ഓവർ ടൈം ചെയ്യാറുണ്ടല്ലോ, OT ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഓവർ ടൈമിലുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടാറുണ്ടോ? എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കില്ലേ? നമ്മ ചെയ്യുന്ന ജോലി കൂടാതെ എന്താണ് നമ്മ ഓവർ ടൈം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൂടെ കിട്ടും. അപ്പൊ നമ്മ എന്താണ് ആ ഒരു OTക്കുള്ള ഒരു മൂല്യമല്ലേ നമുക്ക് ലഭിക്കുന്നത്? നമ്മ എക്സ്ട്രാ ചെയ്യുന്നതിനുള്ള ഒരു മൂല്യമല്ലേ ലഭിക്കുന്നത്? ക്ലിയർ ആയോ? നെക്സ്റ്റ്
In the contractor example, ഇനി നമ്മൾ പറയുന്നത് ഇത് ആദ്യം പറഞ്ഞത് ഒരു എംപ്ലോയിയുടെ കാര്യത്തിലാണ് നമുക്ക് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ഒരു കോൺട്രാക്ടറിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ whether you expect something beyond their original estimate and make adjustment അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ടറിൽ നിന്ന് അവരുടെ ഒറിജിനൽ എസ്റ്റിമേറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലേ, പ്രൈസിൽ വ്യത്യാസങ്ങൾ വരുത്തും അല്ലേ, പ്രൈസിൽ വ്യത്യാസങ്ങൾ വരുത്തും, ലീഡ് ടൈമിൽ വ്യത്യാസങ്ങൾ വരുത്തും അല്ലെ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഇല്ലേ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കില്ലേ? മനസ്സിലായില്ല? അപ്പൊ എന്താണ്, ഇഫ് ഇൻ ദ കോൺട്രാക്ടർ എക്സാമ്പിൾ, നമ്മ ഒരു കോൺട്രാക്ടറിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കോൺട്രാക്ടറിൽ നിന്ന് നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ കോൺട്രാക്ടർ ആദ്യം പറയും അല്ലെ, ഇത്ര എണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രൈസിൽ തരാമെന്നായിരിക്കും ആദ്യം ഒരു എസ്റ്റിമേറ്റ് വെക്കുന്നത് അല്ലെ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ നെഗോസിയേഷൻ നടത്തിയിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താറുണ്ടോ? പേയ്മെന്റിൽ കുറച്ച് തരും അല്ലെ, പ്രൈസിൽ കുറച്ച് തരും, ലീഡ് ടൈമിൽ കുറച്ച് തരും, ചിലപ്പോ ക്വാണ്ടിറ്റിയിൽ കൂട്ടിത്തരും അല്ലെ, ക്വാണ്ടിറ്റി കൂട്ടിത്തരും ഇല്ലേ, എന്തോ. അപ്പൊ അതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, അതൊരു എന്താണ്, ഒറിജിനൽ എസ്റ്റിമേറ്റ് അവർക്ക് അവരെന്ത് വരുത്തുന്നുണ്ട്, മേക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് എടുത്തോട്ടെ, ആദ്യത്തെ രണ്ടേ നോക്കിയാണോ? റിമെമ്പർ ദ അതർ പേഴ്സൺ കോൾസ്, evaluate your expectation. മൂന്നാമത്തെ പറയുന്നത് ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, എന്താണ്, പരസ്പരം പ്രയോജനകരമായ അല്ലെ, ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്ത് അവസരങ്ങൾ സൃഷ്ടിക്കുക അല്ലെ, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ, രണ്ടുപേർക്കും പ്രയോജനകരമാകണം അല്ലെ, വിൻ വിൻ സിറ്റുവേഷനിലെ റെസൊല്യൂഷൻ എന്റെ. അപ്പൊ അതിന് വേണ്ട അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുക. അപ്പൊ അതിലെന്തൊക്കെയാ പറയുന്നത് നോക്കിയേ, ഇഫ് ദ നെഗോസിയേഷൻസ് don't seem to include a way of reaching a win-win situation. നമ്മ ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ നമുക്ക് തോന്നാണ് ആ ഒരു ചർച്ച കൊണ്ട് ഒരു വിൻ-വിൻ സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അല്ലെ, അതിനുള്ള മാർഗമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇറ്റ്സ് സംടൈംസ് പോസിബിൾ ടു ക്രിയേറ്റ് എ ന്യൂ സിറ്റുവേഷൻ ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ, ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യണം അല്ലെ, ഒരു ചർച്ച കൊണ്ട് അല്ലെ. നമുക്കിപ്പോ ചർച്ച നടത്തിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്താണ്, വിന്നിങ് സിറ്റുവേഷനിലേക്ക് രണ്ടുപേർക്കും അനുയോജ്യമായിട്ടുള്ള പ്രയോജനകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വേറൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലെ, വേറൊരു വഴി കണ്ടുപിടിക്കോ. ഒന്നില്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എന്തെങ്കിലോ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തല്ലേ, അതേപോലെ നമ്മളും വരുത്താറുണ്ടോ, നമ്മളും വരുത്തല്ലേ, അഡ്ജസ്റ്റ്മെന്റുകൾ കൊടുക്കുക. അപ്പൊ എന്താണ്, നമ്മ ആ ഒരു നമ്മ ആദ്യം തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതി വിൻ വിൻ സിറ്റുവേഷനിൽ എത്തിച്ചേരുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അല്ലെ, അനുയോജ്യമായിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഇനി ബിസിനസ് നെഗോസിയേഷൻ നോക്കിക്കോട്ടെ, അതിന് എക്സാമ്പിൾ പോലെ പറയുന്നതാണ്. ഇൻ എ ബിസിനസ് നെഗോസിയേഷൻ this can mean creating a path to promotion for a hard work employee who desires more pay that can't currently fit into the company budget. ഇപ്പൊ ഒരു കമ്പനിയുടെ ബഡ്ജറ്റിൽ ഒരു എംപ്ലോയീസ് അവർക്ക് സാലറി ഇൻക്രിമെന്റ് ചോദിക്കുകയാണ്. ഇപ്പൊ ഫിനാൻസിലുള്ള ഒരു സ്റ്റാഫ്, ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ്, അവർക്കൊരു എന്താണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കേട്ടാ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ്, ആൾക്ക് എന്താണ്
സാലറി ഇൻക്രിമെന്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സാലറി ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റില്ല. സാലറി ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാല് ആ ഒരു കമ്പനി ബഡ്ജറ്റിന്റെ പുറത്തായിരിക്കും ആ ഒരു സാലറി ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും അല്ലെ. അക്കൗണ്ടന്റിൽ നിന്ന് ഫിനാൻസ് മാനേജറിലേക്ക് പ്രൊമോഷൻ കൊടുത്താണ്. ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്ത് പറഞ്ഞേക്കാൻ പറ്റോ? പിരിച്ചുവിടാൻ പറ്റോ? ഒരു സാലറി ഇൻക്രിമെന്റ് ചോദിച്ചു എന്നും പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മ എന്ത് ചെയ്യും? അവർക്ക് സാലറി ഇൻക്രിമെന്റ് കൊടുക്കുകയും വേണം. പക്ഷെ എന്താണ്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക കൂടി ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്ക് സാലറി ഇൻക്രിമെന്റും കിട്ടാണ് അല്ലെ. ആ ഒരു എംപ്ലോയിക്ക് സാലറി ഇൻക്രിമെന്റും കിട്ടാണ്. പക്ഷെ അവിടുത്തെ ഓണർക്ക് എന്താണ്, അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുകയും കൂടി ചെയ്യാലോ. പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാല് എക്സ്ട്രാ ടാസ്കുകൾ കൊടുക്കാം അല്ലെ, കൂടുതൽ വർക്കുകൾ കൊടുക്കാം. ചിന്തിച്ചു നോക്കിയേ അല്ലെ. അപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഗുണമാണോ? രണ്ടുപേർക്കും ഒരുപോലെ ഗുണമാണോ? ക്ലിയർ ആയോ അത്? എന്താണ് ഇനി ബിസിനസ് നെഗോസിയേഷനിൽ this can mean creating a path to promotion for a hard-working employee who desires more pay that can't currently fit into a company budget. എന്താണ് കമ്പനി ബഡ്ജറ്റിന് നിലവിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര കൊടുക്കാമെന്നുണ്ടാവും അല്ലെ. എംപ്ലോയീസിന്റെ സാലറി മാക്സിമം ഇത്രയായിരിക്കണം, അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര അല്ലെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര, HR സെക്ഷനിൽ ഇത്ര ഇല്ലേ. അങ്ങനെയാണ് ഓരോ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താണ് ആ ഒരു കമ്പനി ബഡ്ജറ്റിന് നിലവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ എന്താണ് ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ജീവനക്കാരൻ സാലറി ഇൻക്രിമെന്റ് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? പ്രൊമോഷൻ നൽകുക അല്ലെ. അതിലൂടെ എന്താണ് രണ്ട് പാർട്ടിക്കാർക്കും ബെനിഫിറ്റ്സ് അല്ലേ. എംപ്ലോയീസിന് സാലറി ഇൻക്രിമെന്റും കിട്ടി, പ്രൊമോഷനും കിട്ടി അല്ലെ. കമ്പനിയെ സംബന്ധിച്ച് അവർ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കാം, എക്സ്ട്രാ ടാസ്കുകളും ചെയ്യിക്കാം അല്ലെ. ക്ലിയർ ആയോ? This can help you protect the budget in the short term while providing an opportunity to improve business by giving an excellent employee more responsibility for more than one. പറഞ്ഞത് തന്നെ എന്താണ് ആ ഒരു ഷോർട്ട് ടൈം ടൈമില് എന്താണ് ആ ഒരു ബഡ്ജറ്റ് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ. സാലറി ഇൻക്രിമെന്റ് കൊടുക്കുകയും ചെയ്തു അല്ലേ. അവർക്കത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് നമുക്ക് എന്താണ് എക്സലന്റ് എംപ്ലോയിനെ കൊണ്ട് അല്ലെ, മികച്ച ജീവനക്കാരനെ കൊണ്ട് ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് എന്താണ് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള അവസരം ലഭിക്കുക കൂടി ചെയ്യാണ് അല്ലെ. മിസ് പറഞ്ഞു നമ്മള് അക്കൗണ്ടന്റിന് ഫിനാൻസ് മാനേജർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യിക്കാലോ, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം അല്ലെ. അപ്പൊ അതെന്താണ് ബിസിനസിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമല്ലേ ഉണ്ടാക്കുന്നത്. ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മൂന്നെണ്ണം ഒക്കെയാണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. റിമെയിൻ ഒബ്ജക്റ്റീവ്സ് എടുത്തോട്ടെ. നെക്സ്റ്റ് റിമെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങൾ നിലനിർത്തുക. നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഇന്ന ഒബ്ജക്റ്റിലേക്ക് എത്തിച്ചേരണം അല്ലെ, ഇന്നൊരു ഒബ്ജക്റ്റീവ്സിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു എയിമിലേക്കായിരിക്കും എത്തിച്ചേരണമെന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ. അപ്പൊ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങള് നിലനിർത്തുക. അപ്പൊ നോക്കിയേ, during negotiations it's best to keep focus on the objective facts of that specific situation instead of the potential outcomes അല്ലെ.
നമുക്ക് ആ ഒരു ചർച്ചകൾക്കിടയിൽ സാധ്യതയുള്ള ഫലത്തിന് പകരം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഔട്ട്കംസിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രത്യേക സാഹചര്യത്തിലെ ആ ഒരു പ്രത്യേക സിറ്റുവേഷനില് വസ്തുനിഷ്ഠമായ വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെ. ഒബ്ജക്റ്റീവ് ഫാക്ടുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാലോ. ഇപ്പൊ നമ്മ എന്താണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് സാധ്യതയുള്ള ഫലം ചിലപ്പോ നമുക്ക് എന്താണ് അതിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നഷ്ടമൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് അതിലേക്കും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാലോ. ഇപ്പൊ നമ്മ മിസ് ഒരു എക്സാമ്പിൾ പോലെ തരാം. നമ്മ ഒരു സാധനത്തിന് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ, നമ്മ ബയ്യറാണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഒരു ഏകദേശം ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ അല്ലെ, ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മ ആദ്യം എന്ത് ചെയ്യും? ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് കൊണ്ടായിരിക്കും നമ്മ നെഗോസിയേഷൻ നടത്തുന്നത് അല്ലെ. ഒരു 20,000 രൂപക്ക് 20,000 ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റ്. അപ്പൊ നമ്മ എന്തായിരിക്കും ആദ്യം നെഗോസിയേഷൻ നടത്തുന്നത് 20,000 രൂപക്ക് നമുക്ക് ആ ഒരു സാധനം ലഭിക്കണം എന്നും പറഞ്ഞായിരിക്കും അല്ലെ. പക്ഷെ നമുക്ക് അതിൽ ഒരു 2,000 രൂപ ഒരു 3,000 രൂപ കൂട്ടിയാലും നമുക്ക് നഷ്ടമില്ല. നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഒരു 3,000 രൂപയും കൂടി കൂട്ടി വെച്ച് നെഗോസിയേഷൻ നടത്താലോ ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കാനായിട്ട്. നമ്മ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. നമ്മ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കൊരു 3,000 രൂപ കൂട്ടി വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒരു 3,000 രൂപയും കൂടി കൂട്ടി വെച്ച് നമ്മ ആ പ്രോഡക്റ്റ് സ്വന്താക്കോ? അപ്പൊ അതാ പറയുന്നത് എന്താണ്? നമുക്ക് സാധ്യമായ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഔട്ട്കംസിന് പകരം ആ ഒരു പ്രത്യേക സാഹചര്യത്തില് വസ്തുനിഷ്ഠമായ വസ്തുതകളിൽ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ. ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് പറയില്ലേ, ഇപ്പൊ നമുക്കൊരു 100 എണ്ണം മതി, അതിന്റെ ക്വാണ്ടിറ്റി 100 എണ്ണം മതി. പക്ഷെ നമ്മുടെ അടുത്ത് പറയാണ് 150 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇന്ന പ്രൈസിന് തരാമെന്ന് പറയുമ്പോൾ ചിലപ്പോ വാങ്ങാറില്ലേ നമ്മ? ആ ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യും? വാങ്ങല്ലേ. അവർക്ക് അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, അവർക്കൊരു ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ വാങ്ങില്ലേ? വാങ്ങോ? അപ്പൊ എന്താണ് അവര് ആ സാധ്യത അവര് ഉദ്ദേശിച്ച ആ ഫലത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അവര് നെഗോസിയേഷൻ ചെയ്യാൻ പോയ ആ കാര്യത്തിൽ നിന്ന് മാത്രമാണ് അവര് നെഗോസിയേഷൻ നടത്തിയത് അല്ല അല്ലെ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല അവരെടുത്തത്. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു അല്ലെ. ക്ലിയർ ആയോ? ആ ഒരു പോയിന്റിന്റെ അർത്ഥം ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് നമ്മ ഇന്നത് വേണമെന്ന് ചിന്തിച്ചു പോയിട്ട് പക്ഷെ എന്താണ് നമുക്ക് ലാഭം നഷ്ടമല്ല എന്ന് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും കൂടി മാറ്റങ്ങൾ വരുത്താലോ. നമ്മ പ്രതീക്ഷിച്ച നമ്മ ആ ഒരു ചിന്തിച്ചു പോയ കാര്യത്തില് ഏ അതാണ് പറയുന്നത് കേട്ടോ. ഡ്യൂറിങ് നെഗോസിയേഷൻ ചർച്ചകൾക്കിടയിൽ എന്താണ് നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് സാധ്യതയുള്ള ഔട്ട്കമ്മിന് പകരം അല്ലെ, ഫലത്തിന് പകരം ആ ഒരു പ്രത്യേക സാഹചര്യത്തില് ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷനില് നമ്മൾക്കാണ് വസ്തുനിഷ്ഠമായ അല്ലെ ഒബ്ജക്റ്റീവ് ഫാക്ടുകളെ കേന്ദ്രീകരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനങ്ങൾ എടുക്കാം അല്ലെ, ബെസ്റ്റ് ഡിസിഷനുകൾ എടുക്കാം. Next, these facts might feature things such as അല്ലെ, ഈ വസ്തുതകളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടേക്കാം. പറയുന്ന സ്പെസിഫിക് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫാക്ടുകളിൽ എന്തൊക്കെ ഉൾപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ദ ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് സക്സസ് അല്ലെ, യഥാർത്ഥ ജോലി പൂർത്തിയാക്കി അതിന്റെ വിജയം അല്ലെ. നമ്മൊരു നെഗോസിയേഷൻ നടത്താൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ആക്ച്വൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ആ ഒരു ചർച്ച കംപ്ലീറ്റ് ചെയ്ത്
അതെന്തിലേക്ക് നയിക്കണം? സക്സസിലേക്ക് നയിക്കണം അല്ലെ? തല്ലിപ്പിരിഞ്ഞു പോരാൻ പാടുണ്ടോ? നമ്മ ഒരു ചർച്ചയ്ക്ക് പോയിട്ട് തല്ലിപ്പിരിഞ്ഞു പോരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് അല്ലെ? ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിനെ സക്സസിലേക്ക് നയിക്കുക. നെക്സ്റ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സ് അല്ലെ? എന്താണ്? നമുക്കൊരു സ്ഥാപിത നിരക്കുകൾ ഉണ്ടാവുമല്ലോ. മിസ് പറഞ്ഞ പോലെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ? എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബഡ്ജറ്റിലേക്ക് ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സുകൾ അടയ്ക്കുക, പേ ചെയ്യുക. നെക്സ്റ്റ് വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് എംപ്ലോയീസ് ജോബ് അല്ലെ? ഒരു ജീവനക്കാരൻ ഇപ്പൊ നമ്മ ഒരു ജോലി ഒരാളൊരു ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷനില്ല ഒരു ജോലി ഒരു റോള് ചെയ്യുന്ന ഇപ്പൊ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് മാനേജർക്ക് ഒരു റോൾ ഉണ്ടല്ലോ. ആള് ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? ഉത്തരവാദിത്തങ്ങളില്ലേ? അല്ലേ? പർച്ചേസിംഗ് മാനേജർക്ക് നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചു അല്ലെ? പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അതെന്താണ്? നമ്മ പറയുന്ന ആ ഒരു ആൾക്ക് എംപ്ലോയീസിന്റെ ജോബ് കൊടുക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ആളിന്റെ ജോലി പൂർത്തിയാക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമ്മ അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് കൂടാതെ ഉത്തരവാദിത്വങ്ങൾ കൂടാതെ അവർ കൂടുതൽ വർക്കുകൾ ചെയ്യാം. അതെന്താണ്? കമ്പനിക്ക് നല്ല കാര്യമല്ലേ? നമ്മ കൊടുത്തിരിക്കുന്ന ജോലിയിൽ കൂടുതൽ ഒരു സ്റ്റാഫ് ചെയ്യുമ്പോഴേ കമ്പനിക്ക് നല്ലതല്ലേ? ബെറ്റർ അല്ലേ അത്? ക്ലിയർ ആയോ? നെക്സ്റ്റ് എനി പ്രീവിയസ് എസ്റ്റിമേറ്റ് ഓർ അൺറിട്ടൺ എഗ്രിമെന്റ്സ്. എന്ത് ചെയ്യുക? നമ്മ പ്രീവിയസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ അല്ലെ? മുൻകാല എസ്റ്റിമേറ്റുകൾ കൂടാതെ നമ്മ അൺറിട്ടൺ ആയിട്ടുള്ള എഴുതാത്ത എഗ്രിമെന്റുകളൊക്കെ പരിശോധിക്കുക. എന്നിട്ട് നമുക്ക് ഡിസിഷനിലേക്ക് എത്തിച്ചേരാം അല്ലെ? ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ ചെയ്യാലോ. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ നോക്കാം അല്ലെ? എഗ്രിമെന്റുകൾ നോക്കിയിട്ടൊക്കെ നമുക്ക് ഡിസിഷനിൽ എത്തിച്ചേരാലോ. എന്നിട്ട് നമ്മ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം അല്ലെ? ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? നെക്സ്റ്റ് കൺസിഡർ whether their solution isn't just fair to the parties involved, but that it's fair when accounting for the objective acts അല്ലെ? എന്താണ്? അവരുമായി അല്ലെ? അതായത് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടു കൂട്ടരുമായിട്ട് അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ. കൺസിഡർ whether their solution isn't just fair to the parties involved. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം, ഡിസിഷനിൽ ആ ഒരു പരിഹാരം രണ്ട് കൂട്ടർക്കും എന്ത് ചെയ്യില്ലെങ്കിൽ, ഫെയർ അല്ലെങ്കിൽ അല്ലെ, ന്യായമല്ലെങ്കിൽ എന്ത് ചെയ്യണം? To the parties involved, but that it is fair when accounting for the objective acts. എന്താണ്? വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതെന്ത് ചെയ്യാ? ന്യായമാണെന്ന് പരിഗണിക്കുക അല്ലെ? ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാണ് ഇതിൽ ഒരു ഫെയർ ഇല്ല, ന്യായമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് നോക്കുക അല്ലെ? ഫെയർ ആണോ അല്ലെ? ചിലപ്പോ നമുക്ക് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ നമുക്ക് തോന്നാമല്ലോ, ഓ ഇത് ഒരു ന്യായമില്ല അല്ലെ, നമുക്ക് കൊടുത്ത പൈസക്കുള്ള മൂല്യമില്ല എന്ന് തോന്നുമല്ലോ. ചിലപ്പോ നമ്മ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം കേട്ടോ. നമ്മ ഒരു ഡ്രസ്സ് വാങ്ങി, പക്ഷെ ആ ഡ്രസ്സിന് ഒരുപാട് പൈസ കൂടുതലായി. പൈസ നമുക്ക് തോന്നാണ് എന്താണ് കൂടുതലായി, പക്ഷെ അത് നല്ല എന്താണ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലോ, ബ്രാൻഡഡ് സാധനങ്ങളില്ലേ, നമ്മൾ വാങ്ങിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങളില്ലേ, ഷൂസ് ഉണ്ട് അല്ലെ, വാച്ച് ഉണ്ട്, ഷൂസ് ഉണ്ട്, അത് നമ്മ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലതും തോന്നോ? ക്വാളിറ്റി ഉണ്ടെന്നോ സ്റ്റാൻഡേർഡ് വല്ലതും തോന്നോ? ഇല്ല അല്ലെ. പക്ഷെ അതെന്താണ്? നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യൂ അല്ലെ, ഒരുപാട് നാൾ ഉപയോഗിക്കാം അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അല്ലെ, കാഴ്ചയിൽ ഉണ്ടാവില്ല, പക്ഷെ അതെന്താണ്? നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കും. നമ്മ വാങ്ങിക്കുന്ന ആ പൈസക്കുള്ള മൂല്യം ഉണ്ടായിരിക്കില്ലേ?
പൈസക്കുള്ള മൂല്യം ഉണ്ടായിരിക്കില്ലേ? അപ്പൊ നമുക്ക് എന്താണ് പ്രത്യക്ഷത്തിൽ തോന്നാണ് അല്ലെ? പ്രത്യക്ഷത്തിൽ തോന്നാണ്, അതൊരു ന്യായമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിരത്തിയിട്ട് അത് ന്യായമാണെന്ന് പരിഗണിക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ചില സാധനങ്ങള് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മ വാങ്ങിക്കുമ്പോൾ തന്നെ തോന്നും അല്ലെ, നമ്മുടെ ആ പൈസക്കുള്ള മൂല്യം ഉണ്ട് അല്ലെ, നല്ല സാധനം കിട്ടിയാണ്. പക്ഷെ അതെന്താണ്, 2 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോ അത് പിന്നിപ്പോവാ അല്ലെ? കുറവ് പൈസക്ക് മേടിക്കുമ്പോഴേ പിന്നിപ്പോവാ അല്ലെ? അല്ലെങ്കിൽ അതിന്റെ സ്റ്റിച്ചിങ് വിടാം അല്ലെ? സ്റ്റിച്ചിങ് വിടാം. പക്ഷെ നമ്മ ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചാല് എന്താണ്, ആ ഒരു തുണി കീറിയാലും അതിന്റെ സ്റ്റിച്ചിങ് വിടോ? സ്റ്റിച്ചിങ് വിട്ടിട്ടുണ്ടാവോ? ഇല്ല അല്ലെ? ക്ലിയർ ആയോ? മിസ് പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ അല്ലേ? ചിലപ്പോ നമ്മ എന്താണ്, ഒരു പർച്ചേസിങ്ങിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മ വാങ്ങിക്കുന്ന സാധനം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, കുറച്ച് നാൾ കൂടുതൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റ് അല്ലേ, ഗുണമല്ലേ ചെയ്യുന്നത് അല്ലേ? പക്ഷെ നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് തോന്നും അല്ലേ, ഓ ഇത് മേടിക്കണ്ടായിരുന്നു, നഷ്ടമാണ് അല്ലേ, നഷ്ടമായിപ്പോയെന്ന് തോന്നും അല്ലേ? പക്ഷെ പിന്നീട് നമുക്ക് തന്നെ തോന്നും അല്ലേ, അത് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഗുണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ആയോ? ക്ലിയർ ആയോ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഈസ്റ്റർ അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ.